ബെയറിങ് അടിക്കുകയാണ്. ബെയറിങ് അടിക്കുമ്പോൾ ഇതിന് മുന്നേ ഞാൻ വാൽവ് കാണിച്ചു തന്നാണ്, ഉള്ളിൽ കുഴിഞ്ഞിട്ടുള്ള വാൽവ്. ഈ ബെയറിങ് അടിക്കുമ്പോൾ അത് അവിടെ ഈ കോളറിൻ്റെ അവിടെ മുട്ടുമ്പോൾ ഒരു തരിപ്പ് വരുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കണം, അടി ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ഈ കോളർ കൊണ്ട് അടർന്നു പോരും. ഇത്രയേ ഉള്ളൂ ബെയറിങ്ങിൻ്റെ. ഇതിപ്പോൾ ഗിയർ ബോക്സ് ആണിത്. ഈ ഓയിൽസിൽ അടിക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് അടിക്കണം, ചരിഞ്ഞ് നിൽക്കരുത്. റൗണ്ട് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അടിക്കുമ്പോൾ ചരിഞ്ഞ് നിന്നാൽ ഓയിൽ ലീക്കാകാനുള്ള സാധ്യതയുണ്ട്, അഴിഞ്ഞും പോവും ഓയിൽസിൽ. ഇതാണ് ഗിയർ. ഈ ഗിയർ ഗിയർ ഷാഫ്റ്റാണ് വീലിൻ്റെ മുകളിലേക്ക് കണക്റ്റിങ്. ഇങ്ങനെ ക്ലച്ചിൻ്റെ എന്ത് സാധനം അഴിച്ചാൽ ഇങ്ങനെ നമുക്ക് ട്രേയിലേക്ക് മാറ്റി വെക്കണം, നല്ല നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുള്ളൂ സർവ്വ സാധനം. ഗിയർ ബോക്സ് ഇതാണ് അതിൻ്റെ ഗിയർ. ഈ ബെയറിങ്ങിലേക്കാണ് ഈ ഷാഫ്റ്റ് കയറുക. പാക്കിങ് ഇടുമ്പോൾ ലീക്ക് ചെയ്യാത്ത രീതി തന്നെ ഇടണം. 2 സ്ലീവ് 2 ഭാഗത്ത് ഇടണം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം, കൊടുക്കുമ്പോൾ ആ ഓസ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വെള്ളം കയറും ഗിയർ ബോക്സിൽ. ഈ 3 ബോൾട്ട് വലുതായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത്, അത് വേറെ ഭാഗത്ത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യരുത്. കേസ് പൊട്ടുകയോ അല്ലെങ്കിൽ ത്രെഡ് പോവുകയോ ചെയ്യും. ഇതിന് 3 എണ്ണം ഉള്ളിലാണ്. ബാക്കി 1 ഒരു പുറത്തേക്കാണ് വലിയ ബോൾട്ടിൽ, പിന്നെ ബാക്കിയൊക്കെ ചെറിയ ബോൾട്ടുകളാണ്. അത് ടൈറ്റ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്ത് കറക്റ്റ് ടൈറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ ടീ ബോക്സ് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടീ ബോക്സ് ആകുമ്പോൾ സുഖമാണ്. 8, 10 ഇങ്ങനെയുള്ള ടീ. ഈ നമ്മൾ സെറ്റ് ചെയ്ത ഗിയർ ബോക്സ് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ഷാഫ്റ്റ് തിരിയും നമ്മൾ കൈ കൊണ്ട് തിരിച്ചാൽ. തിരിയുന്നില്ലെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യണം, പിന്നെ രണ്ടാമത് അഴിച്ചെടുത്തിട്ട് എന്താ കുഴപ്പം നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഉള്ളിലൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ലീൻ ആക്കണം. ഇതാണ് ക്ലച്ച്, ലൈനർ ക്ലച്ച്. ക്ലച്ചിൻ്റെ ലൈനർ എന്നൊക്കെ പറയും ചില ആളുകൾ. ക്ലച്ച് ഇതാണ്. ഇത് അഴിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ലോക്ക് ഉണ്ട്, ആ ലോക്ക് അഴിച്ചെടുത്താൽ ഈ പ്ലേറ്റ് ഊറ്റിയെടുക്കാം. ഇങ്ങനെ സ്പ്രിങ് ആദ്യം നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയിടുക. ഒഴിവാക്കിയതിന് ശേഷം ഓരോന്നും തിരിച്ച് ആ പിന്നിൻ്റെ മുകളിൽ നിന്ന് ഊറ്റിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ, ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു 3 റബ്ബറിൻ്റെ ബുഷ് മാതിരി ഉള്ള സാധനം കാണാം. അതൊരിക്കലും ഒഴിവാക്കരുത്. അത് ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ആവില്ല ക്ലച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റ് റെഡിയാക്കുന്നതാണ്. അതാണ് ക്ലച്ച് ഷൂ. ക്ലച്ചിൻ്റെ ലൈനറിൻ്റെ മാതിരി തന്നെ, ബ്രേക്ക് ഷൂവിൻ്റെ മാതിരി തന്നെ ആണ് ഇത്. ഇതിൻ്റെ മുകളിൽ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ, ഇത് 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ കുറച്ച് ശകലം ഓയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബുഷ് റബ്ബറിൻ്റെ 3 എണ്ണം അത് ഒഴിവാക്കരുത്, കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കാനേ ഉള്ളൂ, ഇത്ര ബുദ്ധിമുട്ട്. സ്പ്രിങ്ങൊന്നും ഇപ്പം കൊടുക്കണ്ട. ഇത് ക്ലച്ച് ഷൂ 3 സെറ്റ് ചെയ്തതിന് ശേഷം സ്പ്രിങ് കൊടുക്കിയാൽ മതി.
ഇനി നമുക്ക് സ്പ്രിങ് കൊടുക്കാം. സ്പ്രിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്ലെയർ കൊണ്ട് വേണം വലിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിക്കി പിടിക്കാം. ഇത് പ്ലെയർ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു റിസ്ക് ഉണ്ടാവും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. മൂന്നും കറക്റ്റ് ചെയ്ത് കുടിക്കിയതിന് ശേഷം ആ പ്ലേറ്റ് വെക്കുക. പ്ലേറ്റ് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ സ്പ്രിങ് സിമ്പിളാണ് കൊടുക്കാൻ. മൂന്ന് സ്പ്രിങ്ങും കുടുക്കി. ഇനി നമ്മൾ പ്ലേറ്റ്, ഇതിൻ്റെ മുന്നേ അടിച്ച പ്ലേറ്റ് ആണ് ഇതിൻ്റെ ലോക്കായി നിൽക്കുന്ന ഭാഗം, അത് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. അതിനുശേഷം ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യാം. പിന്നെ ഈ സ്പ്രിങ്, ഇതിൻ്റെ സെൻറ്ററിലത്തെ സ്പ്രിങ് ആണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് നിർത്തുക. നമുക്ക് നട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വൈസിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയകൾ ചെയ്യാം. ഈ നട്ടിൻ്റെ ത്രെഡ് പെട്ടെന്ന് പോയി പോകുന്ന ത്രെഡുകളാണ്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് നട്ട് കയറിയതിന് ശേഷമാണ് നമ്മൾ വിടേണ്ടത്, ഇല്ലെങ്കിൽ ഇപ്പോൾ തെറിച്ച് പോരും, ക്ലച്ച് റെഡി ആവില്ല. കറക്റ്റ് നല്ലോണം ടൈറ്റാണ് നമുക്ക് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ പ്ലേ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ടൈറ്റാക്കണം. ടൈറ്റാക്കിയതിന് ശേഷം പ്ലേ ഉണ്ടോ നോക്കുക. റെഡിയാണ്, റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രമ്മൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ നൈസ് പേപ്പർ ഇട്ടിട്ട് പോളിഷ് ചെയ്തെടുക്കാം. വരയൊക്കെ ഉണ്ടെങ്കിൽ, വലിയ വരകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫേസ് ചെയ്തതിന് കാര്യമില്ലാതാകുന്നത്. ഇനി നമുക്ക് ഈ വേരിയേറ്റർ, ഇതിനുള്ളിൽ വേരിയേറ്ററിനുള്ളിൽ 6 ബുഷുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ഞാൻ എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റോളൻ ബുഷ് വീണ് പോയിട്ടുണ്ടോ, പ്ലേറ്റ് റെഡി ഇല്ല എന്നൊക്കെ നോക്കണം. നമ്മൾ വെച്ചാലും ഒന്നുകൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഇത് സെറ്റ് ചെയ്യൂ. അപ്പം ഈ പുള്ളി സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബെൽറ്റൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റുന്നതാണ് ഉചിതം. ഈ ബെൽറ്റ് പൊട്ടിക്കാന് ശേഷം ഈ പുറത്തേക്കുള്ള വേരിയേറ്റർ ഇടുക. ആ മില്ലിങ് കറക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ മില്ലിങ് കറക്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ നട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഞാൻ അഴിച്ചെടുത്തതിന് ആ പുള്ളർ തന്നെയാണ് ലോക്ക് ചെയ്തിരിക്കുന്ന പൽചക്രം. കറക്റ്റ് നല്ല ലോഡ് തന്നെ ടൈറ്റ് ചെയ്യുക. പൈപ്പ് ഇട്ടിട്ട് ഫോർഗേറ്റ് ടോപ്പ് ഇട്ടിട്ടാണ് ഞാനത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല ലോഡ് കിട്ടും ഈ പുള്ളറിൽ. കറക്റ്റ് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെക്കുമ്പോൾ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് കളിക്കും, പുള്ളറ് തിരിഞ്ഞു പോകും. അപ്പം ബെൽറ്റ് ടൈറ്റായിട്ടുണ്ട്. അപ്പം ഈ ഡ്രമ്മ് കൂടെ കുടുക്കിയിട്ട് നമുക്ക് കവറ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ക്ലച്ചിൻ്റെ. ഇത് ഫ്രണ്ടിൽ നട്ട് 22 ബാക്കിൽ 19 നട്ട്. ഇവിടേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. നമുക്ക് ഓരോന്നും അഴിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോന്ന് ടൈറ്റ് ചെയ്യുമ്പോഴും അഴിക്കുമ്പോഴും ഒക്കെ. ഇതാണ് ബെൻഡെക്സിന് കുറച്ച് ഓയിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓയിലോ ഗ്രീസിനൊക്കെ നല്ല ഓയിലാണ്. ഗ്രീസൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ബെൻഡെക്സിൻ്റെ കാര്യം. ബെൻഡെക്സ് സെറ്റ് ചെയ്യേണ്ടത്. ബെൻഡെക്സിൻ്റെ കൂടെ ഒരു കവറുണ്ടാവും ഇതിനൊക്കെ, ആക്റ്റീവൊക്കെ. ആ കവറ് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോവുകയാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ബെൻഡ് ഉണ്ട് എന്നാണ് ഉറപ്പ് വരുത്തേണ്ടത്.
ബെൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കവറുകൾ പൊട്ടിപ്പോകും. പിന്നെ നല്ലോണം കവറുകളൊക്കെ ക്ലച്ച് കവറുകളൊക്കെ നല്ലോണം തുടച്ച് നമുക്കിത് റീസെറ്റ് ചെയ്യാം. ഇതിന് കിക്കർ വീലിനൊക്കെ നല്ല ഓയിലിട്ട് കൊടുത്ത് ക്ലിയർ ആക്കി ചെയ്യാം. ഇത് ഡ്രൈ ആണ് ക്ലച്ച്. ഇപ്പം ഓയിലും ഗ്രീസും ഇതൊന്നും ക്ലച്ചിന് ഇടാറില്ല. ഇത് ഡ്രൈ ക്ലച്ചാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.